ബഷാർ അൽ അസാദ് സർക്കാരിന്റെ പതനത്തോടെ സിറിയയിൽ ഇസ്രായേൽ തങ്ങളുടെ അധിനിവേശത്വം വർദ്ധിപ്പിക്കാനുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ ഭാഗമായി ഇസ്രായേൽ പ്രതിരോധ സേന സിറിയൻ നാവിക കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ലാദാകിയ അൽ ബൈദ തുറമുഖങ്ങളിലേക്ക് ഇസ്രായേൽ പ്രതിരോധ സേന മിസൈൽ വർഷിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മിസൈൽ ആക്രമണത്തിൽ 15 സിറിയൻ യുദ്ധക്കപ്പലുകൾക്ക് വ്യാപക നാശനഷ്ടവും ഉണ്ടായെന്ന് വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. സിറിയൻ നാവികസേനയുടെ കപ്പലുകൾ നശിപ്പിച്ചതായി പറയുന്ന ഫോട്ടോകൾ അൽ ജസീറ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. യന്ത്രത്തോക്കുകളും മിസൈൽ ലോഞ്ചറുകളും ഉപയോഗിച്ചാണ് ഇസ്രായേൽ സൈന്യം സിറിയയിൽ കപ്പലുകൾ ആക്രമിച്ചിരിക്കുന്നത്. എന്നാൽ തങ്ങളുടെ ആക്രമണത്തെ ന്യായീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തുകയും ചെയ്തു. സിറിയൻ സൈന്യം ഉപേക്ഷിച്ച ആയുധങ്ങൾ ജിഹാദികളുടെ കൈകളിൽ അകപ്പെട്ടിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ സൈന്യം സിറിയൻ നാവിക കപ്പലുകളെ ആക്രമിച്ചതെന്ന് നെതന്യാഹുവിന്റെ ഭാഷ്യം. അതേസമയം ഇസ്രായേൽ സൈന്യം ഗോലാൻ കുന്നുകളിൽ നിന്നും സിറിയയിലേക്ക് മുന്നേറിയെന്നും 1967 മുതൽ അവർ കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശം വിപുലീകരിച്ചെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. തീവ്രവാദ ഗ്രൂപ്പുകളെ തടയുന്നതിനായി തെക്കൻ സിറിയയിൽ ഒരു പ്രതിരോധ മേഖല സ്ഥാപിക്കാൻ IDF ഉദ്ദേശിക്കുന്നതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നു. അറബ് രാജ്യങ്ങളും തുർക്കിയും ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന മനുഷ്യത്വരഹിത പ്രവർത്തനങ്ങളെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ നടപടികൾ ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന സിറിയയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുന്നുവെന്ന് സൗദി അറേബ്യ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതേസമയം ലതാക്കിയയ്ക്ക് സമീപമുള്ള റഷ്യയുടെ വ്യോമസേനാ താവളത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം റഷ്യ നൽകിയിട്ടുണ്ട്. സിറിയൻ പ്രദേശത്ത് യുദ്ധവിമാനങ്ങൾ 350 ആക്രമണങ്ങൾ നടത്തിയതായും ഡസൻ കണക്കിന് മിസൈലുകൾ, ഒരു എയർഷീൽഡ്, 5 നഗരങ്ങളിലായി ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, 15 നാവിക കപ്പലുകൾ എന്നിവ നശിപ്പിച്ചതായും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇസ്രായേൽ രാജ്യത്ത് വ്യാപകമായി നടത്തുന്ന ആക്രമണ പരമ്പരകൾ സിറിയൻ ടെലിവിഷൻ സംപ്രേഷണം ചെയ്തതോടെയാണ് നെതന്യാഹു പട്ടാളത്തിന്റെ ക്രൂരതകൾ പുറം ലോകം അറിയുന്നത്. രാജ്യത്തിന്റെ പ്രധാന തുറമുഖവും അദ്ദേഹത്തിന്റെ ന്യൂനപക്ഷമായ അലേവിറ്റിന്റെ താവളവുമായ ലതാക്കിയയിൽ മുങ്ങിയ ബോട്ടുകളും പുകയുന്ന അവശിഷ്ടങ്ങളും സിറിയ ടെലിവിഷൻ പുറത്തുവിട്ട ദൃശ്യങ്ങളിലുണ്ട്. സിറിയയിൽ ഉദയം ചെയ്ത പുതിയ സർക്കാരുമായി ഇസ്രായേൽ ബന്ധം ആഗ്രഹിക്കുന്നുവെന്ന് നെതന്യാഹു പറയുന്നു. ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനോ ഇറാനെ അവരുടെ സഖ്യരാജ്യങ്ങളായോ സിറിയയിൽ കാലുറപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് നെതന്യാഹു വിമതർക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ സിറിയയിലെ ബഷാർ ഭരണകൂടത്തിനെതിരെ ആഭ്യന്തര യുദ്ധം നയിച്ച വിമത ഗ്രൂപ്പായ ഹയത്ത് തഹ്രീർ അൽ ഷാം രാജ്യത്ത് നടത്തുന്ന ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അതിനിടെ സിറിയൻ തലസ്ഥാനത്തും മറ്റു നഗരത്തിലും പണത്തിന്റെയും ഭക്ഷ്യക്ഷാമത്തിന്റെയും കുറവ് പരിഹരിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇസ്രായേലിന്റെ പ്രധാന സൈനിക നയതന്ത്ര പിന്തുണയുള്ള അമേരിക്ക ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ ന്യായീകരിച്ച് രംഗത്ത് വരികയും ചെയ്തു. സിറിയയിലെ ഇസ്രായേലിന്റെ ആക്രമണം കുറച്ചു നാളത്തേക്ക് മാത്രമുള്ളതാണെന്നും ഇത് അത്യാവശ്യമായ സാഹചര്യങ്ങളിൽ നടക്കുന്നതാണെന്നും അമേരിക്ക ന്യായീകരിച്ചു. എന്നാൽ സിറിയയിലെ അസാദിന്റെ പതനത്തിന്റെ ക്രെഡിറ്റ് ഇസ്രായേൽ ഏറ്റെടുത്ത കാഴ്ചയാണ് ലോകരാജ്യങ്ങൾക്ക് കാണാനായത്. ഇറാനെയും അതിന്റെ പോഷക സംഘടനകളായ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ദുർബലപ്പെടുത്തി എന്നതിന് തെളിവാണ് അസാദ് ഭരണത്തിന്റെ വീഴ്ചയെന്നും നെതന്യാഹു ചൂണ്ടിക്കാട്ടി. ഇതിനൊപ്പം പുതിയ സിറിയൻ രാഷ്ട്രത്തിന്റെ രൂപത്തെക്കുറിച്ച് നെതന്യാഹു ഭയം പ്രകടിപ്പിക്കുകയും ചെയ്തെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അസാദിനെ പുറത്താക്കിയതിലുള്ള ആഹ്ലാദം ഇപ്പോൾ സിറിയയിലെ ജനങ്ങൾക്കില്ല. ഇപ്പോൾ രാജ്യത്ത് ഇസ്രായേൽ നടത്തുന്ന അക്രമങ്ങളെ തുടർന്ന് അവർ ഭീതിയിലാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2013 ഡമാസ്കസിന്റെ പ്രാന്തപ്രദേശത്ത് സിറിയൻ ഗവൺമെന്റ് നടത്തിയ ക്ലോറിൻ വാതക ആക്രമണത്തിൽ 426 കുട്ടികളടക്കം 1500ഓളം സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്ന് അന്നത്തെ അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വിവേചനരഹിതവും അചിന്തനീയവുമായ ഭീകരത എന്നാണ് ആ സമയത്ത് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. തുടർന്ന് അന്നത്തെ പ്രസിഡന്റ് ബറാക് ഒബാമയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഇടനിലക്കാരായ ഒരു കരാർ നിലവിൽ വരികയും അപ്രകാരം 100 കണക്കിന് ടൺ രാസായുധങ്ങൾ സിറിയയിൽ നിന്ന് നീക്കം ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അന്നത് പൂർണ്ണമായി നശിപ്പിച്ചിരുന്നില്ലെന്നും ഇപ്പോൾ അതിനെ ലക്ഷ്യമിട്ടാണ് പ്രദേശത്ത് വ്യോമാക്രമണങ്ങൾ നടത്തുന്നതെന്നും ഇസ്രായേൽ തങ്ങളുടെ ആക്രമണത്തെക്കുറിച്ച് ന്യായീകരിക്കുന്നത്. അസാദ് അധികാരത്തിലിരുന്നപ്പോൾ ഇസ്രായേലിന് ഇവിടെ കയറി രാസായുധങ്ങൾ നശിപ്പിക്കുക എന്നത് അസാധ്യമായിരുന്നുവെന്നും നെതന്യാഹു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സിറിയയിലെ ജനങ്ങൾക്ക് സമാധാനമില്ലാതായിട്ട് വർഷങ്ങളായിരിക്കുകയാണ്. ആഭ്യന്തര യുദ്ധങ്ങൾ, ഭരണാധികാരികളുടെ ക്രൂരമായ അടിച്ചമർത്തലുകളും കൊണ്ടും പൊറുതിമുട്ടിയ അവർക്ക് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന അക്രമങ്ങളും നേരിടേണ്ടി വരുന്ന അവസ്ഥയിലാണ്.